ഇലക്ട്രോണിക്സ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുമാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതെങ്കിൽ ഇത്തരം മാലിന്യങ്ങളിൽ നിന്ന് വരുമാനവും തൊഴിലും സൃഷ്ടിക്കാമെന്ന് തെളിയിക്കുകയാണ് പത്തനംതിട്ട ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത്. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് നടപ്പിലാക്കിയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ്. പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾ, അംഗൻവാടികൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് കിലോയ്ക്ക് 10 രൂപ നിരക്കിൽ പ്ലാസ്റ്റിക് ശേഖരിക്കും. കഴുകി വൃത്തിയാക്കിയെടുക്കുന്ന പ്ലാസ്റ്റിക് യന്ത്ര സംവിധാനത്തിൽ പൊടിച്ചെടുക്കും. റോഡ് നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്താവുന്ന പ്ലാസ്റ്റിക് ക്രിസ്റ്റൽ കിലോയ്ക്ക് 20 രൂപ നിരക്കിൽ വിൽക്കും. പ്ലാന്റിൽ ജോലി ചെയ്യുന്ന 5 കുടുംബശ്രീ അംഗങ്ങൾക്ക് 300 രൂപ പ്രതിദിന വേതനവും ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ എന്നും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യും. ഇവിടെ കൊണ്ടുവന്നത് വൃത്തിയാക്കി പൊടിക്കുക. വീടുകളിലുള്ള മാലിന്യങ്ങൾ അവർ ഇവിടെ കൊണ്ടുതരും. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തുമായി സഹകരിച്ചാണ് ഇലക്ട്രോണിക്സ് മാലിന്യ ശേഖരണ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നത്. ഈ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു റോഡിന്റെ അരികിലും അല്ല ജലാശയത്തിലും കൊണ്ട് തള്ളുന്ന ഒരു സംസ്കാരം ഏറെക്കുറെ നമ്മുടെ പഞ്ചായത്തിനെ ഒരു മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ചെയ്യുക. അവരിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ഈ കാണുന്നത്. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ 4 വർഷം മുൻപ് 2 ലക്ഷം രൂപ ചെലവിൽ ആരംഭിച്ച പദ്ധതി കൂടുതൽ വിപുലമാക്കുന്നതിനാണ് ഇരവിപേരൂർ പഞ്ചായത്തിന്റെ തീരുമാനം. മീഡിയ 1 പത്തനംതിട്ട.